അനുമോളും പ്രവീണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രവീണ് അനുമോളോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വീടാണ്. അപ്പൊ നമ്മളെ വീടിനെ കാണുന്നത് പോലെ തന്നെ ഈ വീടും കാണണം. അപ്പൊ നമ്മൾ നമ്മുടെ ഈ വീട് വൃത്തിയോടെ സൂക്ഷിച്ചു വെക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മുടെ പ്രവീണ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അനുമോൾ ഇവിടെ വൃത്തിയാക്കാൻ വന്നതാണോ? ഞങ്ങളൊക്കെ ഇവിടേക്ക് വന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ അനുമോള് തിരിച്ചും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ വീട് വൃത്തിയിൽ സൂക്ഷിക്കണം. നമ്മളാണല്ലോ ആ വീട്ടിൽ താമസിക്കുന്നവര്. നമുക്ക് തന്നെയാണല്ലോ വീട് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പണിഷ്മെന്റും കിട്ടുക. അപ്പൊ നമ്മുടെ പ്രവീണ് പറയുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, പല കാര്യങ്ങളും ചെയ്യുന്നില്ല. പലരും പലരുടേതായിട്ടുള്ള രീതികളിലാണ് ഇവിടെ നിൽക്കുന്നത്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ചിലരൊക്കെ തന്നെയും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നത് പോലുമില്ല. പലരും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പോകാറാണ് പതിവ്. അതുപോലെ തന്നെ ചിലരൊക്കെ തന്നെയും ബാത്റൂമിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബാത്റൂമിലെ ബക്കറ്റ് ഉണ്ടല്ലോ, അതില് സോപ്പ് വെള്ളം കലക്കി വെക്കും, കുഞ്ഞു പിള്ളേരെ പോലെ. എന്റെ വീട്ടിലൊക്കെ അങ്ങനെ കുഞ്ഞുങ്ങളാണ് ചെയ്യാറ്. അതുപോലെ തന്നെ മുടി ചീവിക്കഴിഞ്ഞാലോ പെണ്ണുങ്ങളെല്ലാം മുടി നിലത്തേക്ക് അങ്ങ് ഇടുകയാണ്. അതൊന്നും എടുത്തു കളയാൻ അവർക്ക് നേരമേ ഇല്ല. അത് മാത്രമല്ല, ബാത്റൂമിൽ പോയാൽ വെള്ളം ഒഴിക്കാത്തവർ വരെ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവരിൽ പലരുടെയും സ്വഭാവങ്ങളൊക്കെ തന്നെയും. അനുമോളുടെ ഈ വർത്താനങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രവീണ് തിരിച്ചു പറയുന്നുണ്ട്, പൊന്നാൽ അനുമോളെ, എനിക്ക് അനുമോട് സംസാരിക്കാനുള്ള ആ ഒരു എനർജി ഇല്ല. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കാനുള്ളതല്ലേ. എനിക്കിപ്പോൾ എന്റെ എനർജി വേസ്റ്റ് ആക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രവീൺ അങ്ങ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിന്നോട് പറയാൻ വന്ന എന്നെ വേണം പറയാനെന്നും പറഞ്ഞ് നമ്മുടെ അനുമോളും തിരിഞ്ഞു നടക്കുകയാണ്. അനുമോൾ അങ്ങനെ പോകാൻ നിന്ന സമയത്ത് നമ്മുടെ പ്രവീൺ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്നാ പിന്നെ ഈ കപ്പ് നീ തന്നെ അങ്ങ് കൊണ്ടുപോക്കോ എന്ന്. അപ്പൊ നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, ഒരു കപ്പ് എനിക്കുള്ളത് തന്നെയാണ്, മറ്റേ കപ്പ് മറ്റൊരാൾക്കുള്ളതാണ്. ആ കപ്പ് എന്തായാലും അയാൾ തന്നെ കൃത്യസമയത്ത് കൊണ്ടുപോകും. ബിഗ് ബോസിന്റെ ആ കപ്പ് അയാൾക്ക് ഉറപ്പാണ്. അനുമോൾ ഇങ്ങനെ പറഞ്ഞത് അനീഷിനെ ആയിരിക്കുമോ? ആ വ്യക്തി ആരായിരിക്കും? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.